പ്രിയപ്പെട്ടവരെ, നമസ്കാരം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പുരാതനമായ ജൈന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുചാരണത്തുമല എന്ന് വിളിക്കുന്ന ചിതറാൾ. മലനിരകളാൽ ചുറ്റപ്പെട്ട പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായാണ് അതിപുരാതനമായ ഈ ക്ഷേത്രം. ഐതിഹ്യകഥകളും ചരിത്രവും ഉറങ്ങുന്ന അതിപുരാതനമായ കല്ലിൽ കൊത്തിയെടുത്ത ഒരു ശില്പ വിസ്മയമാണ് നാട്ടുകാർ മലൈക്കോവിൽ എന്ന് വിളിക്കുന്ന ചിതറാൾ. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിലുള്ള മാർത്താണ്ഡത്തു നിന്നും ഏകദേശം 6 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ചിതറാളിൽ എത്തിച്ചേരാം. പ്രവേശന കവാടത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം മനോഹരമായി കരിങ്കൽ പാകിയ നടവഴിയിലൂടെ മുകളിലേക്ക് ചെന്നാൽ ക്ഷേത്രത്തിന് സമീപത്ത് എത്തിച്ചേരാവുന്നതാണ്. നടവഴി മുഴുവനായും ചെത്തിയെടുത്ത കരിങ്കൽ പാവി, ഇരുവശങ്ങളിലും ചെടികളും മനോഹരമായ വൃക്ഷത്തൈകളും വച്ചുപിടിപ്പിച്ച് കരികളെല്ലാം നീക്കം ചെയ്ത് വളരെ വൃത്തിയായി മനോഹരമായി സംരക്ഷിച്ചു പോരുന്നു. പോകുന്ന വഴികളിലെല്ലാം തന്നെ മനോഹരമായ കരിങ്കല്ലിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ദൂരെ പുരാതന സംസ്കൃതിയുടെ അവശേഷിപ്പെന്നോണം തലയോർത്ത് നിൽക്കുന്ന ജൈന സ്മൃതികളുടെ ഗോപുരം കാണാം. ഈ ആർച്ചു കടന്ന് 2 പാറക്കെട്ടുകൾക്കിടയിലൂടെ കടന്നു ചെല്ലുമ്പോൾ നാം എത്തിച്ചേരുന്നത് ഒരു ധ്യാന മണ്ഡപത്തിലേക്കാണ്. ഈ ധ്യാന മണ്ഡപത്തിൽ സങ്കീർണമായ അനവധി കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും. ജൈനമതത്തിലെ 23ാമത്തെ തീർത്ഥങ്കരനായ പാർത്ഥനാഥ സ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ രക്ഷകരിൽ ഒരാളായ പത്മാവതി ദേവിയുടെയും നിൽക്കുന്ന രൂപങ്ങളും, പത്മാസന ഭാവത്തിലുള്ള ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായ മഹാവീരൻ്റെയും വിഗ്രഹങ്ങളും നമുക്കിവിടെ കരിങ്കല്ലിൽ കൊത്തിവച്ചിട്ടുള്ളതായി കാണാൻ കഴിയും.
കൂടാതെ ജൈനമതത്തിലെ 24 ജൈന തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങളും നമുക്കിവിടെ കാണാം. ജൈനമതത്തിലെ ഒരു ചിഹ്നമാണ് കുട. ഓരോ ശില്പങ്ങളുടെയും ശിരസ്സിന് മുകളിൽ കുടകൾ കാണാം. പാറയിൽ കൊത്തിയെടുത്ത ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരിക്കലും വറ്റാത്ത പ്രകൃതിദത്ത നീരുറവയുള്ള ഒരു കുളവും നമുക്ക് കാണാം. ഈ ഗുഹാക്ഷേത്രത്തിൽ 3 ശ്രീകോവിലുകളുണ്ട്. അവയിൽ അവസാനത്തെ തീർത്ഥങ്കരനായ മഹാവീരൻ, 23ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥൻ, അദ്ദേഹത്തിൻ്റെ യക്ഷിണി ദേവതയായ പത്മാവതി ദേവി എന്നിവ ഉൾപ്പെടുന്നു. പത്മാവതി ദേവിക്ക് ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ആത്മീയ കാര്യങ്ങൾക്കായി തീർത്ഥങ്കരന്മാരുടെ മുമ്പിലും ഭൗതിക കാര്യങ്ങൾക്കായി യക്ഷികളുടെ മുമ്പിലും പ്രാർത്ഥിക്കുന്നത് സാധാരണമാണ്. ഹിന്ദുക്കളെപ്പോലും യക്ഷിണി ദേവതയായ പത്മാവതിയെ പവിത്രമായി കണക്കാക്കി. ഇത് 13ാം നൂറ്റാണ്ടിൽ ജൈന പ്രതിരൂപങ്ങളെ ബാധിക്കാതെ തെക്കുഭാഗത്തായി ഒരു ഭഗവതി ക്ഷേത്രം ഉയർന്നു വരാൻ കാരണമായി. ക്ഷേത്രത്തിനുള്ളിൽ വലിയൊരു നാലമ്പലമുണ്ട് കേട്ടോ. ധാരാളം, അതായത് ഒരുപാട് കരിങ്കൽ തൂണുകളോടുകൂടിയ അതിസങ്കീർണമായ കൊത്തുപണികളോടുകൂടിയ ഒരു നാലമ്പലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ 3 ശ്രീകോവിലുകൾ വരുന്നത്. നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ലാത്തതിനാൽ ഇപ്പോൾ അവ കാണിക്കാൻ നിർവാഹമില്ല. CV രാമൻപിള്ളയുടെ ധർമ്മരാജയിൽ പരാമർശിച്ചിരിക്കുന്ന ഈ സ്ഥലം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ജൈന പൈതൃക കേന്ദ്രമായി സംരക്ഷിച്ചു വരുന്നു. കേരളത്തിൽ 885 925 കാലയളവിൽ ഭരിച്ചിരുന്ന കേരള അശോകൻ എന്നറിയപ്പെട്ടിരുന്ന വിക്രമാദിത്യ വരഗുണ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് ജൈനമതക്കാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകിയിരുന്ന ഒരു ജൈനമത പാഠശാലയും കൂടിയായിരുന്നു ഈ ക്ഷേത്രം. 13ാം നൂറ്റാണ്ടോടെ ജൈനന്മാർ ഈ പ്രദേശം വിട്ടുപോവുകയും അതിനുശേഷം ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രമാവുകയും ഹിന്ദു ആചാര രീതികൾ തുടർന്നു വരുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാവുകയും അങ്ങനെയാണത്രേ പത്മാവതി ഭഗവതി സങ്കല്പമായി മാറുന്നത്. പത്മാവതി ദേവിയുടെ പ്രതിഷ്ഠയുള്ളതിനാലാണ് ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നതെന്നും അതല്ല ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പത്മാവതി പ്രതിഷ്ഠ മാറ്റി പകരം ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തിയെന്നും ഐതിഹ്യങ്ങളുണ്ട്. ജൈന സൂക്തങ്ങൾ ഉരുവിട്ട ഈ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു ശാന്തത നമുക്ക് അനുഭവവേദ്യമാകും. കൂടാതെ
പരിസരങ്ങളിലായി വട്ടെഴുത്തിലും തമിഴിലും സംസ്കൃതത്തിലുമുള്ള ധാരാളം ശിലാലിഖിതങ്ങൾ, കൂടാതെ ക്ഷേത്ര പരിസരത്തും ശിലയിലും പാറകളിലുമൊക്കെ കൊത്തിവെച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അവ ഇന്നും സംരക്ഷിച്ചു പോരുന്നു. നമ്മുടെ സംസ്കാരത്തിലും ചരിത്രത്തിലും ജൈനമതം ചെലുത്തിയ വലിയ സ്വാധീനം പ്രതിഫലിപ്പിക്കുന്ന ഒരു പുരാവസ്തു അത്ഭുതമാണ് ചിതറാൾ മലൈക്കോവിൽ. ചരിത്രപരമായ പ്രാധാന്യത്തിനു പുറമെ പ്രകൃതിയുമായി കുറച്ചു സമയം പങ്കിടാനും സ്വയം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ചിതറാൾ. കൂടാതെ ഇവിടെ ധാരാളം വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. കന്യാകുമാരി ജില്ലയുടെ മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. കഴിവതും നിങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരാൻ ശ്രമിക്കുക. കാരണം ഈ മനോഹരമായ കാഴ്ചകളെല്ലാം തന്നെ പാറകളിൽ ആയതിനാൽ നല്ല വെയിലാണ് ഉച്ചയ്ക്കൊക്കെ വന്നാൽ. കൂടാതെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ഇവിടെ പ്രവേശന സമയം. നിങ്ങൾ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വെള്ളമോ സ്നാക്സോ എന്തെങ്കിലും കയ്യിൽ കരുതുക. കാരണം മുകളിൽ വേറെ കടകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. കൂടാതെ ഇവിടെ പാറകളിലൊക്കെ എവിടെ നോക്കിയാലും ശരി ധാരാളം കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും. പണ്ട് പല്ലാങ്കുഴി കളിക്കുന്ന കണ്ടു, പല്ലാങ്കുഴി കളിക്കുന്ന അതൊക്കെ ഇങ്ങനെ ഒരുപാട് കൊത്തുപണികൾ. കൂടാതെ ഇവിടെ ഒരു ചെറിയൊരു ഗുഹയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ വല്ലപ്പോഴുമൊക്കെ വരുമ്പോൾ, അതായത് മുകളിൽ ശരിക്കും ആൾക്കാരുണ്ടെങ്കിൽ വന്നിരിക്കാറുള്ള ഒരു ചെറിയ ഗുഹയാണ്. വളരെ വളരെ മനോഹരം, ഭയങ്കര ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഈ ഗുഹയ്ക്കുള്ളിൽ. ഗുഹയെന്ന് പറയുമ്പോൾ നമ്മൾ അകത്തോടെ കയറി ചെല്ലുമ്പോൾ ഒരു വശത്ത് ഓപ്പണിംഗ് ആണ്, പക്ഷെ അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റാണ് വീശി അടിക്കുന്നത്. ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കാൻ കേട്ടോ. ധാരാളം വിസ്മയങ്ങൾ ഉള്ളിലൊളിപ്പിച്ച് ചിതറാൾ നിങ്ങളെയും കാത്തിരിക്കുന്നു. ദയവായി ഇവിടെ വരുന്നവർ ഈ സ്ഥലത്തിൻ്റെ സന്തുലിതാവസ്ഥ കോട്ടം വരുത്തുന്ന, അതായത് കല്ലുകളിൽ ഒന്നും എഴുതുകയോ ഈ സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുകയോ ചെയ്യാതിരിക്കുക കഴിവതും. കാരണം ഈ സ്മാരകങ്ങൾ നമ്മുടെ അഭിമാനമാണ്. ചിതറാൾ ജൈനക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പ്രത്യേകിച്ച് പ്രവേശന ടിക്കറ്റ് ഒന്നും തന്നെയില്ല. പിന്നെ നമ്മൾ പാർക്കിങ്ങിന് ചെറിയൊരു, അതായത് ബൈക്കിന് 20 രൂപയും കാറിന് 50 രൂപയും നമ്മൾ കൊടുക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.